ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 18 ആപ്പിൾ കൊണ്ടുവന്ന ഒരു കിഡിലൻ ഫീച്ചറാണ് ബിൽറ്റ് ഇൻ പാസ്വേഡ് ആപ്പ്. ഇത് iOSലും iPadOSലും macOS സൊനോമയിലും നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഡെഡിക്കേറ്റഡ് പാസ്വേഡ് ആപ്പിന് പകരം അതുവരെ ആപ്പിൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് iCloud ഫീച്ചറുകളിൽ ഒന്നായിട്ടുള്ള iCloud കീ ചെയിൻ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ള iOS 18 റൺ ചെയ്യുന്ന സകല ഡിവൈസുകളിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന പാസ്വേഡ് ആപ്പ് അതെന്താണ്, അത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റി എല്ലാമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. സോ ദിസ് ഈസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. 2011 ആപ്പിൾ iCloud ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഓരോ സമയങ്ങളിലും ആപ്പിൾ പല ഫീച്ചേഴ്സും ഇൻറ്റഗ്രേഷൻസും iCloudലേക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ 2013 വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഫീച്ചർ ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അതാണ് iCloud കീ ചെയിൻ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പാസ്വേഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് iCloud കീ ചെയിൻ എന്ന് പറഞ്ഞ ഫീച്ചറിൻ്റെ ഒരു സ്മാർട്ടർ വേർഷൻ, കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്തിട്ടുള്ള, കുറച്ചും കൂടെ നമുക്ക് ഓപ്ഷൻസ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്മാർട്ടർ വേർഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആപ്പിൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പാസ്വേഡ് ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ധാരാളം പാസ്വേഡ് ആപ്ലിക്കേഷൻ ഓൾറെഡി ആപ്പ് സ്റ്റോറിലുണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ്, ഒന്ന് വൺ പാസ്വേഡ്, അതുപോലെ തന്നെ പ്രോട്ടോൺ പാസ്, ഇതുപോലുള്ള ആപ്ലിക്കേഷൻ. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് മിക്കപ്പോഴും ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ആപ്പ് സ്റ്റോറിൽ നിന്ന് നമുക്കിത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ചില പ്രീമിയം ലെവൽ ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പാസ് കീ ഫീച്ചർ, TOTP എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ മിക്കപ്പോഴും ഈ പറഞ്ഞ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൽ പ്രീമിയം ഫീച്ചറായിട്ടാണ് ഇവർ സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേ ചെയ്യേണ്ട വരും. എന്നാൽ ആപ്പിളിൻ്റെ പാസ്വേഡ് ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജുകളോടൊപ്പം തന്നെ ഇതിൽ ചില ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. അപ്പോൾ എന്താണ് ആപ്പിളിൻ്റെ ഈ ഒരു പാസ്വേഡ് ആപ്ലിക്കേഷൻ, എങ്ങനെ നമുക്കിത് കൃത്യമായിട്ട് യൂസ് ചെയ്യാം, അതോടൊപ്പം ഇതിൻ്റെ പോരായ്മകൾ, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ബേസിക്, അതായത് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ ഒത്തൻറ്റിക്കേഷനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ ഞാൻ തരാം. അത് പറഞ്ഞിട്ട് നമുക്കിതിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിലൊന്നാണ് നമ്മൾ ഈ കാണുന്ന കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വൺ ടൈം പാസ്വേഡ്. അത് ഇറ്റ്സ് ടൈപ്പ് ഓഫ് ഒത്തൻറ്റിക്കേഷനാണ്. ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി നമുക്ക് ഫോണിലേക്ക്, നമ്മുടെ നമ്പറിലേക്ക് നമുക്ക് മെസ്സേജസ് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മെയിലിലേക്ക് ആ ഒരു വൺ ടൈം പാസ്വേഡ് വരും. അത് നമ്മൾ എൻ്റർ ചെയ്തു നമ്മൾ ലോഗിൻ ചെയ്യുന്നു. എന്നാൽ ഇതിൽ രണ്ടാമത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡോസ് കൂടിയ ഐറ്റമാണ് 2FA, ടു ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ. ഇത് നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ ആപ്പിൾ ID അതിൻ്റെ സെറ്റിങ്സിലേക്ക്, സെക്യൂരിറ്റി സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം 2 ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ജിമെയിലിലേക്ക് പോകുമ്പോൾ ഗൂഗിള്, ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ള മിക്ക പ്ലാറ്റ്ഫോമിലേക്ക് പോയാലും നിങ്ങൾക്ക് 2 ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ എന്നുള്ളത് ഒരു മാൻഡേറ്ററി ഐറ്റമാണ്, അല്ലെങ്കിൽ ഇപ്പം എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് ഒത്തൻറ്റിക്കേഷനിൽ 2FA അതിൻ്റെ ഒരു സബ്സെറ്റായിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഒരു ടൈപ്പ് ഓഫ് ഒത്തൻറ്റിക്കേഷനാണ് TOTP. അതായത് നമ്മൾ ആദ്യം സംസാരിച്ച വൺ ടൈം പാസ്കോഡ്, കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന വൺ ടൈം പാസ്കോഡിൻ്റെ കൂട്ടത്തിൽ ടൈം ബേസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഒത്തൻറ്റിക്കേഷനാണ് TOTP. ഇതും നമ്മൾ OTP വരുന്ന പോലെ 6 ഡിജിറ്റ് നമ്പേഴ്സാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഓരോ 30 സെക്കൻഡ്സിലും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് 30 സെക്കൻഡ് വരെ ഉള്ളൂ ഈ നമ്പറിൻ്റെ വാലിഡിറ്റി. അത് കഴിയുമ്പോൾ ഇത് മാറും. അങ്ങനെ ടൈം ബേസ്ഡ് ഇപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒത്തൻറ്റിക്കേഷൻ മെത്തേഡാണ് TOTP. ഇത് ഹയർ ലെവൽ ഓഫ് സെക്യൂരിറ്റിക്ക് ആവശ്യമുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഒത്തൻറ്റിക്കേഷനാണ്. ഇനി ഇതിലെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഒത്തൻറ്റിക്കേഷനാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു ടേമും കേട്ടിട്ടുണ്ട്. അതാണ് ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ. അതിലൊന്ന് ഫേസ് ID. നമുക്കറിയാം ഫേസ് ID ഇസ് എ ടൈപ്പ് ഓഫ് ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ. അതുപോലെ തന്നെയാണ് ടച്ച് ID. അപ്പോൾ ഈ രണ്ട് ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷനാണ് iOSൽ അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസുകളുള്ളത്. എന്നാൽ ഈ പറഞ്ഞ ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് ആപ്പിൾ കൊണ്ടുവന്ന ഒരു ഇൻറ്റഗ്രേഷനാണ്. iOS 16 മുതൽ ആപ്പിൾ ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് FIDO എന്ന് പറയുന്നത്. ഇതിൽ ഈ FIDO പല പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി വളരെ ലൈറ്റായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിലൊരു പ്രോട്ടോക്കോൾ ഉള്ളത് നമ്മളെ ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷനിലൂടെ പാസ് കീ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതിന് പകരം നമ്മളെ ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷനിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. അത് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കീസ്, പ്രൈവറ്റ് കീ, പബ്ലിക് കീ ഒക്കെ ഉണ്ട്, അതെല്ലാം വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. സോ ജസ്റ്റ് പാസ് കീ എന്ന് പറയുന്ന ഫീച്ചറാണ് അതിൽ വർക്കാണ്. സോ നമ്മൾ ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ യൂസർ ID അല്ലെങ്കിൽ പാസ്വേഡ് അതിലേക്ക് വരുന്നു. നേരെ നമുക്ക് പാസ്വേഡോ വൺ ടൈം പാസ്വേഡോ ഒന്നും ചോദിക്കത്തില്ല, ഡയറക്റ്റ് നമുക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഈ FIDOയുടെ തന്നെ മറ്റൊരു പ്രോട്ടോക്കോളാണ് ഫിസിക്കൽ ഡിവൈസ് വെച്ചിട്ടുള്ള ഒത്തൻറ്റിക്കേഷൻ. അതൊന്നെങ്കിൽ NFC ടാപ്പ് ചെയ്യുമ്പം നമുക്ക് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ USB Type-C, USB Type-A,
മൊഡ്യൂളുകൾ അത് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അതിലൂടെ ഇത് ഒത്തൻറ്റിക്കേഷൻ വർക്കാകത്തുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ബയോമെട്രിക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ പാസ്വേഡുകളോ ഒന്നും അവിടെ വർക്കാകത്തില്ല. അത് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ ഡിവൈസ് തന്നെ വേണം. ഇനി ആപ്പിളിൻ്റെ പാസ്വേഡ് ആപ്ലിക്കേഷനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഞാൻ പറഞ്ഞു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐക്ലൗഡ് കീ ചെയിൻ അതൊരു സ്മാർട്ടർ വേർഷൻ, അതിൻ്റെ ഒരു സ്മാർട്ടർ വേർഷനാണ് ആപ്പിളിൻ്റെ പാസ്വേഡ് ആപ്പ്. നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന പാസ്വേഡ്, വൈഫൈ പാസ്വേഡ്, അങ്ങനെയുള്ള സകല കാര്യങ്ങളും നമുക്ക് ഒരൊറ്റ സ്ഥലത്ത് അവൈലബിൾ ആണ്. അവിടുന്ന് ജസ്റ്റ് നമ്മൾ പിക്ക് ആൻഡ് യൂസ് എന്നുള്ള രീതിയിൽ ആക്കിയ ഒരു സംഭവമാണ് ആപ്പിളിൻ്റെ പാസ്വേഡ് ആപ്പ്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാം, അതിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ കൃത്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന രീതികൾ അറിഞ്ഞേണ്ടത്. കാരണം ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രയോഗിക്കാം അല്ലെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെർച്ചിൽ പോയിട്ട് പാസ്വേഡ്, നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പാസ്വേഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു സ്പ്ലാഷ് സ്ക്രീൻ വരും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ കണ്ടിന്യൂ കൊടുക്കുക. ടേൺ ഓൺ ഓട്ടോഫിൽ. ഐഫോണിൽ നമ്മൾ ഈ ഒരു ഓട്ടോഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ മസ്റ്റായിട്ട് എനേബിൾ ചെയ്താലേ ഉള്ളൂ മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ പോയാലും നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പാസ്വേഡുകൾ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. ടേൺ ഓൺ ഓട്ടോഫിൽ കൊടുക്കുക. ഓട്ടോഫിൽ ടേൺ ഓൺ കൊടുക്കുക. പാസ്വേഡ് നോട്ടിഫിക്കേഷൻ, ഇത് എന്തിനാന്ന് വെച്ചാൽ ചില പാസ്വേഡുകൾ ഇപ്പോൾ കോംപ്രമൈസ് ആകുവാണെങ്കിൽ അല്ലെങ്കിൽ ലീക്ക് ആകുവാണെങ്കിൽ അതിന് നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിലൂടെ ലഭിക്കും. കണ്ടിന്യൂ കൊടുക്കുക. അലോ കൊടുക്കുക. ഇപ്പം ഓപ്പണായി വരുമ്പം ഇതുപോലത്തെ 6 ടൈലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 6 ടൈൽസ് ആണുള്ളത്. ഓള്, പാസ്കി, കോഡ്സ്, വൈഫൈ, സെക്യൂരിറ്റി, ഡിലീറ്റഡ്. ഇതിൽ നമ്മൾ ഈ ഓൾ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റുകൾ വൈഫൈ പാസ്വേഡ് സേവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഈ ഒരു വ്യൂവിൽ കാണാൻ സാധിക്കും. ഇതിന് മേളിലുള്ള ടേൺ ഓൺ ഐക്ലൗഡ് കീ ചെയിൻ എന്നുള്ള ഓപ്ഷൻ അത് നിങ്ങൾ മസ്റ്റായിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും ടോപ്പിൽ നമ്മുടെ ഐക്ലൗഡിൻ്റെ ഓപ്ഷനിൽ പോവുക. ഇതിൽ ഈ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് സിങ്ക് ദിസ് ഐഫോൺ എന്നുള്ളത് നിങ്ങൾ കണ്ടിന്യൂ കൊടുത്ത് എനേബിൾ ചെയ്യുക. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ ഒരു ചെക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടുകൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ സോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോർട്ടിങ്ങിൽ അതിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നമുക്ക് ഈ ഒരു സോർട്ട് ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ അവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വെബ്സൈറ്റോ അല്ലെങ്കിൽ ലാബിലോ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു പുതിയ പാസ്വേഡ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് മാനുവലി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം താഴെ നോട്ട്സ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഗൂഗിളിൻ്റെ തന്നെ ജിമെയിലിൻ്റെ തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ നോട്ട്സ് ഓപ്ഷനിൽ കൊടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് നോട്ട് ചെയ്യാവുന്നതാണ്. ബാക്കിലേക്ക് പോകുമ്പോൾ ഇവിടെ പാസ്കി, കോഡ്സ്, വൈഫൈ അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ കോഡ്സിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു TOTP എന്നുള്ളത്, ടൈം ബേസ്ഡ് ആയിട്ടുള്ള വൺ ടൈം പാസ്വേഡ്. ഇതിൽ ഈ പ്ലസ് സൈക്കിളിൽ നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കാണാം അവിടെ സെക്യൂരിറ്റി കീ സെറ്റപ്പ് ചെയ്യാൻ. ഇങ്ങനെയുള്ള സെക്യൂരിറ്റി കീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള TOTP ഓപ്ഷൻസൊക്കെ സെറ്റപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും വെബ്സൈറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകളോ അതൊക്കെ സെക്യൂർ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതുപോലത്തുള്ള വെരിഫിക്കേഷൻ കോഡുകൾ സെറ്റപ്പ് ചെയ്യുന്നതാണ്. ടൈം ബേസ്ഡ് ആയിട്ടുള്ള വൺ ടൈം പാസ്വേഡുകൾ സെറ്റപ്പ് ചെയ്യുന്നതാണ്. ഇനി ആ ഒരു വെബ്സൈറ്റിന് എന്തെങ്കിലും QR കോഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അങ്ങനെ പല ഓപ്ഷൻസും ഈ ഒരു കോഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വൈഫൈയുടെ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇപ്പം റീസെറ്റ് റോൾ സെറ്റിങ്സ് ചെയ്ത് വൈഫൈ ഡീറ്റെയിൽസ് പോയാലും കുഴപ്പമില്ല. നിങ്ങളുടെ വൈഫൈ നിങ്ങൾ ഏതൊക്കെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പാസ്വേഡും പേരും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരാൾക്ക് നമ്മുടെ ഈ ഒരു പാസ്വേഡ് അല്ലെങ്കിൽ വൈഫൈയുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യണം, ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഷോ QR കോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്താൽ മറ്റൊരാൾക്ക് ഈ ഒരു വൈഫൈയിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനും ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പാസ്കി നമ്മൾ പറഞ്ഞിരുന്ന ഫിഡോ അത് ബയോമെട്രിക്കുമായിട്ട് ഒത്തൻറ്റിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് പാസ്കി. സോ അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ടുകളെല്ലാം തന്നെ പാസ്കി ഉപയോഗിച്ചിട്ടുണ്ട്. സോ അതിൽ നമുക്ക് ഈ പറഞ്ഞ പാസ്വേഡ് ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളുടെ ഫേസ് ID അല്ലെങ്കിൽ നമ്മളുടെ ടച്ച് ID റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം കോംപ്രമൈസ്ഡ് അയക്കുന്നത്, അതായത് ലീക്ക് അയക്കുന്നതാകാം, അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈം നമ്മൾ പല അക്കൗണ്ടുകൾക്കും ഒരേപോലെ യൂസ് ചെയ്തേക്കുന്ന പാസ്വേഡുകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അത് കാണിച്ചു തരും. നമ്മൾ റീയൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ടോ ഇങ്ങനെയുള്ള വാർണിംഗ് ലഭിക്കുമ്പോൾ ആ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. മസ്റ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ ഫാമിലി ഒരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പേരൻസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ, ബ്രദേഴ്സ്, ഫ്രണ്ട്സ് ഇവരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്വേഡുകൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആളുകളുമായിട്ട് നിങ്ങളുടെ
ട്രസ്റ്റഡ് ആയിട്ടുള്ള കോൺടാക്റ്റിലെ ആളുകളുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡുകൾ ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ആപ്പിളിൻ്റെ പാസ്വേഡ് ആപ്ലിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യേണ്ട രീതികൾ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ കണ്ട 2-3 പോരായ്മകൾ. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കാണാം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പം ഫേസ് ഐ ഡി ചോദിക്കും. ഇനിയിപ്പം ഫേസ് ഐ ഡി ഫെയിൽ ആകുന്ന ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് ഫോണിൻ്റെ പാസ്വേഡാണ്. എനിക്ക് തോന്നുന്നത് അതിലൊരു പോരായ്മ ഉണ്ട്. കാരണം ഫോൺ പാസ്വേഡ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതൊരു പോരായ്മ തന്നെയാണ്. ശരിക്കും പറയുവാണെങ്കിൽ ഈ ഒരു പാസ്വേഡ് ആപ്ലിക്കേഷന് കസ്റ്റം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആപ്പിൾ തീർച്ചയായിട്ടും കൊടുക്കണം. എന്നാൽ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, യൂസേഴ്സിന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പുതിയ ടൈലോ അല്ലെങ്കിൽ ഫോൾഡറോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു പുതിയ ഫോൾഡറോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടൈലോ യൂസറിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിലേക്ക് യൂസറിന് ആവശ്യമുള്ള പാസ്വേഡുകൾ മാത്രം അങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പോ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ മാത്രം ഓപ്പൺ ചെയ്താൽ മതി. ഈ പറഞ്ഞ എല്ലാ ടൈലുകളും പോയി ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒത്തൻറ്റിക്കേഷൻ മെത്തേഡുകൾ എന്താണെന്നും എങ്ങനെയാണ് ആപ്പിളിൻ്റെ പാസ്വേഡ് ആ ഒരു ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നതെന്നും എന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി അല്ലെങ്കിൽ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ, മിലൻ. Catch you guys in the next video. Until then, peace.